ഇപ്പോൾ സി സദാനന്ദൻ മാസ്റ്റർ എം പി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. തയ്യാറാക്കുന്നു, എയ്ഒവിന് സമർപ്പിക്കുന്നു. എയ്ഒവിൻ്റെ വെരിഫിക്കേഷന് ശേഷമാണ് ഈ ചോദ്യം അംഗീകരിച്ച് അച്ചടിച്ച് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യം വലിയ അപകടമാണ് എങ്കിൽ യഥാർത്ഥ കുറ്റക്കാരൻ എയ്ഒ ആണ്. പക്ഷെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അധ്യാപകനെയാണ്, ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെയാണ്. സാങ്കേതികമാണ് ആ കാര്യങ്ങൾ. പക്ഷേ ഇതിലെ പ്രധാന പ്രശ്നം ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഇകഴ്ത്താനുള്ള അല്ലെങ്കിൽ ദേശീയമായ ഉണർവിനെ മുഴുവൻ തമസ്കരിക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമം നടത്തുന്ന ചില നിഗൂഢ ശക്തികൾ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു വിഷയം. ഏതായാലും ഈ ഒരു വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് വീര സവർക്കറെ പോലെ 50 വർഷത്തോളം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ആൻഡമാൻ നിക്കോബാർ ജയിലിൽ, സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ ധീരനായ വിപ്ലവകാരിയാണ് വീര സവർക്കർ. അദ്ദേഹത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് ആധുനിക ഭാരതത്തിൽ, സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൽ ജീവിച്ചിരുന്ന ദേശീയ നേതാക്കന്മാർ, ശ്രീമതി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ അംഗീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്ദിരാഗാന്ധിയുടെ സ്വന്തക്കാരാണ് ഇന്ന് കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ആളുകൾ എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ദിരാഗാന്ധി വീര സവർക്കറുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാമ്പ്, തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ വീര സവർക്കറുടെ ഛായാചിത്രം അത് ഇപ്പോഴും അവിടെയുണ്ട്. ഈ നിലയ്ക്ക് EMS ഉൾപ്പെടെയുള്ള ആളുകൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയെ നയിച്ചിരുന്ന ആളുകൾ, ഇവരെല്ലാവരും അംഗീകരിച്ച മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വീര സവർക്കർ. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഭരണം നടത്തുന്ന UDF ഗവൺമെന്റ് സവർക്കറെ തമസ്കരിക്കാനുള്ള മനഃപൂർവ്വമായ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ദേശവ്യാപകമായ മാനം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാജ്യസഭയിൽ അത് ഉന്നയിക്കാനുള്ളൊരു പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ ഈ വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തുകൊണ്ട് സവർക്കർ നമുക്ക് അനഭിമതനാകുന്നു എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ പറയുന്നത് അദ്ദേഹം എന്തോ ചില ആർക്കൊക്കെയോ ചില ആളുകൾക്കെതിരായിട്ടൊക്കെ പ്രവർത്തിച്ചു എന്നാണ്. തികച്ചും അസംബന്ധമാണത്. നമ്മുടെ ഭാരതത്തിൻ്റെ യഥാർത്ഥ സംസ്കൃതിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ അനിവാര്യമാണ് എന്ന് ചിന്തിച്ച സൈദ്ധാന്തികനും ദാർശനികനുമാണ്. 17 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം പുറത്തു വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ആളാണ്. അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ നിരോധിക്കുകയും പിന്നീട് നമ്മുടെ ഭാരതത്തിൽ ആ പുസ്തകം എത്തിക്കുകയൊക്കെ ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഏറ്റവും ആധികാരികമായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഉജ്ജ്വലമായ ഗ്രന്ഥം രചിച്ച ആ നിലയ്ക്ക് കവിയാണ് അദ്ദേഹം. അദ്ദേഹം ജയിൽ മുക്തനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ, മഹത്വപൂർണ്ണമുള്ളതാക്കി മാറ്റാൻ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു ദേശീയ നേതാവിനെ അവഹേളിക്കാനുള്ള പരിശ്രമം കേരളത്തിൽ നടക്കുന്നു. അത് അങ്ങേയറ്റം അപലപനീയമാണ്. സവർക്കറെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള അറിവ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള പരിശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്നതാണ് ചുരുക്കമായിട്ട് പറയാനുള്ളത്. TG മോഹൻദാസിൻ്റെ അറസ്റ്റ് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാനായിരുന്നെങ്കിൽ എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ആളുകൾ, പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് വിളിക്കുന്ന ആളുകൾ, പ്രധാനമന്ത്രിയെ ഏറ്റവും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ രാഷ്ട്ര സംസ്കാരത്തെ ഏറ്റവും വികൃതമായി ചിത്രീകരിക്കാൻ മനഃപൂർവ്വമായി സംഘടിതമായി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. കലാപത്തിന് ആഹ്വാനം നടത്തുന്ന, ഖേദകരമെന്ന് പറയാം, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഉൾപ്പെടെ ആ നിലയ്ക്ക് ഉള്ള ചില ആഹ്വാനങ്ങളും ഒക്കെ നടത്തുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുകയാണ്. അതിനിടയിലാണ് TG മോഹൻദാസ് ഒരഭിപ്രായം പറഞ്ഞു എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് അദ്ദേഹത്തെ പീഡിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നത്. അത് ഒട്ടും ന്യായയുക്തമല്ല, നീതിയല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് മാത്രമാണ് കാണുന്നത്.
അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നു. സ്വാഭാവികമാണ്. ഇനി ചില ആളുകൾ കേസ് കൊടുക്കുന്നു, പരാതി കൊടുക്കുന്ന സാഹചര്യത്തിൽ കേസ് എടുക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇതിൽ എത്രത്തോളം ന്യായമുണ്ട്, എത്രത്തോളം നീതിയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ നീതിന്യായ സംവിധാനങ്ങളുണ്ട്. അവർ അതിനെക്കുറിച്ച് പഠിക്കണം. വ്യക്തമായ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ അതെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയായിരുന്നു സി. സദാനന്ദൻ.